ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപ് കാണിക്കാൻ പോകുന്ന സോയാബീനും മുട്ടയും വെച്ചിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ് സോയാബീൻ എഗ് റോസ്റ്റ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. സോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. സോ ഗൈസ്, നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. ആ വെള്ളം എന്നിട്ട് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യാനുസരണം നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്രയും സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് ആ വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പിട്ട് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ബിക്കോസ് ആ സോയാബീൻ തമ്മിൽ ഒട്ടിപ്പിടുത്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് സോയാബീൻ തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊന്തി ഇങ്ങനെ വന്നതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് ഈ സോയാബീനിലെ വെള്ളം പിഴിഞ്ഞ് മാറ്റിയെടുത്ത് വെക്കാം. നമ്മളിത് പിഴിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 മുട്ട കൂടി നമുക്ക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല എല്ലാം കൂടെ ഈ സോയാബീനിലും മുട്ടയുമായിട്ട് നന്നായിട്ട് മിക്സ് ആകുന്ന പോലെ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മുട്ടയും ഈ മസാലയൊക്കെ ആ സോയാബീനുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മൈദ അല്ല നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇത് കാണാൻ. ഇപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പാൻ എടുത്ത് വയ്ക്കാം. പാനിലേക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എണ്ണ ചൂടാക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേ നമുക്ക് അതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ സോയാബീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങളെടുക്കുന്ന പാത്രം അനുസരിച്ചിരിക്കും അത്. ഇപ്പോൾ ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഡീപ്പ് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന എണ്ണയിലേക്കാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്, അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ, ആ സവാള ഒന്ന് വഴാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ, അതായത് ഈ സവോളയും തക്കാളിയൊക്കെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വഴട്ടിയെടുക്കുന്നത്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കാം.
അപ്പം നമ്മുടെ തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച് സോയാബീൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാല ഈ ഫ്രൈ ചെയ്ത സോയാബീനിലേക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയത് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കൊരു കുറച്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എരിവും അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ന്യൂട്രായി വരാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം സെർവ് ചെയ്യാൻ നേരത്ത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു ചെറിയ ഷോയ്ക്ക് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലൊരു സേവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സോയാബീൻ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.